ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ചക്ക വെച്ചും ഗോതമ്പപ്പൊടിയും കൊണ്ടും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞുതായി അരിഞ്ഞു വെച്ച പഴുത്ത നല്ല ചക്കയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിൽ ഗോതമ്പപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. 1-2 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ചക്കയും ചിരവി വെച്ച തേങ്ങയും എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുളകളാക്കി എടുക്കാം. കൈവെള്ളയിൽ വെച്ച് ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇത് നല്ല ടേസ്റ്റാണ്. ഗോതമ്പാണെങ്കിൽ നല്ല ഹെൽത്തിയായ ആയതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹെൽത്തിയായ ഒരു ചക്ക ഉണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാവും അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവി, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിലും നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിൽ ഈ ബാൾസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം, വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ നല്ലൊരു ചക്ക ഉണ്ടയാണത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇതിന് വേറെ ശർക്കരയോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും ഓയിലും മാത്രം മതി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.